അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പണവും പ്രശസ്തിയും നേടിയാൽ ജീവിതം സന്തുഷ്ടമാണെന്ന് കരുതുന്നവരുണ്ട്. പലരും അതിനുവേണ്ടി ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ പുറമെ നിന്ന് കാണുന്ന പോലെ സമൂഹ മാധ്യമങ്ങളിലെ റീൽസും സന്ദേശങ്ങളും പോലെ അത്ര സുന്ദരമാണോ അവരുടെയൊക്കെ ജീവിതം? കഴിഞ്ഞ ദിവസം കൊച്ചി വരാപ്പുഴയിൽ മകനെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കിയ വാർത്ത പലരും കണ്ടുകാണും. പ്രമുഖ യൂട്യൂബർ, വെബ് സീരീസ് നായികയുമായ യുവതിയുടെ ഭർത്താവാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കടും കൈ ചെയ്തത്. ഇതോടൊപ്പം നമ്മുടെ നാട് ജീവിക്കാൻ സുരക്ഷിതമല്ലെന്ന് കരുതി മറുനാടുകളിലേക്ക് കുടിയേറുന്നവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയുമുണ്ട്. ലണ്ടനിൽ കൊച്ചി സ്വദേശിനിയായ 10 വയസ്സുകാരിക്ക് നേരെ അജ്ഞാതന്റെ വെടിവെപ്പ്. ഈ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളം ജീവിക്കാൻ കൊള്ളാത്ത നാടെന്ന് കരുതി യുവാക്കൾ കുടുംബത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന കാലമാണ്. വിദേശത്ത് ജീവിതം സുരക്ഷിതമാണെന്നും മികച്ച സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നും കരുതിയെങ്കിൽ തെറ്റി. കഴിഞ്ഞ രാത്രി ലണ്ടനിലെ ഹാക്നിയിലുണ്ടായ വെടിവെപ്പ് പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. വെടിവെപ്പിൽ 10 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കൊച്ചി ഗോതുരുത്ത് സ്വദേശികളായ വിനയ, അജീഷ് ദമ്പതികളുടെ മകൾ ലിസൽ മരിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബൈക്കിലെത്തി വെടിവെപ്പ് നടത്തിയ ആളെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. ബുധനാഴ്ച രാത്രി 9:20 വടക്ക് കിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറന്റിന് സമീപം ബൈക്കിലെത്തിയയാൾ വെടിവെപ്പ് നടത്തിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ കൊച്ചി ഗോതുരുത്ത് സ്വദേശിയായ വിനീത, അജീഷ് ദമ്പതികളുടെ മകൾ ലിസൽ മരിയ ഉൾപ്പെടെ 4 പേർക്ക് വെടിയേറ്റു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ 10 വയസ്സുള്ള മലയാളി പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് ഉടനടി പോലീസ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. തോക്ക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ലണ്ടൻ ആംബുലൻസ് സർവീസുകാരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വെടിയേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം. വെടിവെപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന സാക്ഷികൾ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിപ്പുണ്ട്. കൊച്ചിയിൽ നിന്ന് 2 വർഷം മുൻപാണ് അജീഷും കുടുംബവും UK കുടിയേറിയത്. ന്യൂസ് 18 കൊച്ചി. മലയാളി യുവാക്കളെ ഹരം കൊള്ളിച്ച അഡൽട്ട് വെബ് സീരീസാണ് പാൽപായസം. ഇതിലെ നായികമാരിൽ ഒരാളായ ദിയ ഗൗഡ പലർക്കും സുപരിചിതയാണ്. വെബ് സീരീസിന് ശേഷമുണ്ടായ ചൂടേറിയ സംവാദങ്ങളും പിന്നീട് നടന്ന വിവാദങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കൊച്ചി വരാപ്പുഴയിൽ മകനെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കിയ സംഭവം പുറത്തു വന്നതോടെ പലരും ദിയ ഗൗഡ എന്ന ഖദീജയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരതുന്നുണ്ട്. വരാപ്പുഴയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിയ ഗൗഡയുടെ ഭർത്താവ് ഷെരീഫിനെയും 4 വയസ്സുള്ള മകനെയുമാണ്. മകനെ കൊലപ്പെടുത്തിയ ശേഷം ഷെരീഫ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളെന്നാണ് പോലീസിന്റെ നിഗമനം. കുടുംബ പ്രശ്നങ്ങളാണ് മകനെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ഷെരീഫിനെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. യൂട്യൂബറും വെബ് സീരീസ് നടിയും നിരവധി ഫോളോവേഴ്സുമുള്ള ദിയ ഗൗഡ എന്ന ഖദീജയാണ് മരിച്ച ഷെരീഫിന്റെ ഭാര്യ. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു ഇത്. 3 ആഴ്ച മുൻപാണ് ഷെരീഫും 4 വയസ്സുകാരൻ മകനും വരാപ്പുഴ മണ്ണും തുരുത്തിയിലുള്ള വാടക വീട്ടിൽ താമസമാക്കിയത്. എന്നാൽ ഖദീജ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ആലുവയിലെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 1:30 ഷെരീഫിനെയും മകൻ അൽ ഷിഫാഫിനെയും വീടിന്റെ 2ാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് മുൻപ് താനും മകനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യ ഖദീജയെ ഷെരീഫ് ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. പിന്നീട് ഭാര്യ ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും മറുപടി ലഭിച്ചില്ല.
ഇതോടെ വീട് വാടകയ്ക്കെടുത്ത് നൽകിയ ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് വിശ്വസിപ്പിക്കുന്നതിനായി മരിക്കുന്നതിന് മുൻപുള്ള ചിത്രങ്ങളും ഖദീജയ്ക്ക് അയച്ചു നൽകിയതിന്റെ തെളിവും പോലീസ് ഫോണിൽ നിന്നും കണ്ടെത്തി. ഖദീജയുടെ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും മണ്ണുംതുരുത്തിയിലുള്ള ഒരാളുടെ ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ അയച്ചിരുന്നു. ഇങ്ങനെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ ഷെരീഫ് 6 വർഷം മുൻപാണ് ചാവക്കാട് സ്വദേശിനിയായ ഖദീജയെ വിവാഹം കഴിച്ചത്. ഷെരീഫിന്റെയും മകന്റെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ ഖദീജ എത്തിയിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. വളാഞ്ചേരിയിൽ നിന്ന് ബന്ധുക്കളെത്തിയാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. മകനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഷെരീഫ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. കുടുംബ പ്രശ്നമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്ന സംശയത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് പലരെയും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഒരിക്കൽ അത് വീട്ടുകാർ അറിയാം. പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടെങ്കിലും ചുറ്റിപ്പിണയുന്നതാണ് ഇത്തരം അവിഹിത ബന്ധങ്ങൾ. ഒടുവിലത് ആത്മഹത്യയിലോ കൊലപാതകത്തിലോ കലാശിക്കുന്നതാണ് പതിവ്. പാലക്കാട് കടമ്പുഴപ്പുറത്ത് വീട്ടമ്മയും സുഹൃത്തും ജീവനൊടുക്കിയത് ഇവർ തമ്മിലുള്ള അടുപ്പം വീട്ടുകാർ അറിഞ്ഞതിന് പിന്നാലെയാണ്. കടമ്പഴിപ്പുറം സ്വദേശിനി കുഞ്ഞിലക്ഷ്മി, സുഹൃത്ത് ദീപേഷ് എന്നിവരെ വീടിന് സമീപത്തെ തോട്ടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിലക്ഷ്മിയും ദീപേഷും തമ്മിലുള്ള അടുപ്പം വീട്ടുകാരറിഞ്ഞതോടെ ഇരു കുടുംബങ്ങളിലും പൊട്ടിത്തെറിയുണ്ടായി. ദീപേഷിന് ഭാര്യയും കുട്ടികളുമുണ്ട്. കുഞ്ഞിലക്ഷ്മിക്കും ഭർത്താവും കുട്ടികളുമുണ്ട്. അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരുടെയും ബന്ധം വഴിവിട്ട നിലയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധം വീട്ടുകാരറിഞ്ഞ് പ്രശ്നങ്ങളായപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വളം സൂക്ഷിക്കാൻ നിർമ്മിച്ച ഷെഡിൽ രാവിലെയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. സമീപത്തു നിന്നും വിഷക്കുപ്പിയും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കോങ്ങാട് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ ബസ്സുകളിലെ യാത്ര സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ പേടി സ്വപ്നമാണ്. യാത്രയിൽ അവർ നേരിടുന്ന ലൈംഗിക അതിക്രമത്തിന് അറുതി വരുത്താൻ ഇനിയുമായിട്ടില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കൊച്ചിയിൽ ഈ പകലുണ്ടായ സംഭവം. ആലുവ പനങ്ങാട് റൂട്ടിലുള്ള ബസ്സിൽ യാത്ര ചെയ്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായി. പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേപ്പാൾ സ്വദേശി മേഘ് ബഹദൂറാണ് പിടിയിലായത്. എറണാകുളം നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ആലുവ പനങ്ങാട് ബസ്സിൽ യാത്ര ചെയ്യവേ കലൂരിൽ വെച്ചാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. പെൺകുട്ടി മറ്റു യാത്രക്കാരെ വിവരമറിയിക്കുകയും തുടർന്ന് ഇവർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയുമായിരുന്നു. പരാതിയില്ലെന്ന് പെൺകുട്ടി പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കിടയിലെ ക്രിമിനലുകളെ കൊണ്ട് സഹികെടുകയാണ് കേരളം. ആലുവയും പെരുമ്പാവൂരുമൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നിരന്തരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. സൗഹൃദം നടിച്ചുള്ള പീഡനങ്ങളിൽ ഇരകളാകുന്നത് ഒട്ടേറെ പെൺകുട്ടികളും യുവതികളുമാണ്. കാസർഗോഡ് സ്വദേശിയായ യുവതിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് സുഹൃത്ത് പീഡിപ്പിച്ചത്. യുവതിക്കൊപ്പം കൂട്ടുനിൽക്കുമ്പോൾ കാഞ്ഞങ്ങാട് സ്വദേശിയും ജിം ട്രെയിനറുമായ സുജിത്ത് പീഡിപ്പിച്ചെന്നാണ് പരാതി. പിന്നീട് നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി നിരവധി തവണ പീഡിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ സുജിത്തിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു.
ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുല്ലൂർ കൊടവലം സ്വദേശി കെ സുജിത്തിനെയാണ് മംഗളൂരു ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് ജിംനേഷ്യം പരിശീലകനാണ് ഇയാൾ. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ കാസർഗോഡ് സ്വദേശിയായ യുവതിയെ ആശുപത്രി മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. യുവതിക്കൊപ്പം കൂട്ടുവന്നതായിരുന്നു സുജിത്ത്. നഗ്നദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. മംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് നിരവധി തവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. സംഭവം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. യുവതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. മംഗളൂരു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ രംഗപ്രവേശം. പിന്നീട് സംവിധാനം ചെയ്ത സിനിമകളിലെ പ്രമേയം കൊണ്ട് വിവാദ നായകൻ. ഒമർ ലുലുവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സംവിധായകനെ പ്രതിക്കൂട്ടിലാക്കി പുതിയൊരു ആരോപണം കൂടി വന്നത് കഴിഞ്ഞ ദിവസമാണ്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ഒമർ ലുലു പീഡിപ്പിക്കുന്ന പരാതിയുമായി രംഗത്തെത്തിയത് യുവനടിയാണ്. കേസിൽ ഒമർ ലുലുവിന് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജൂൺ 6 വിശദമായ വാദം കേൾക്കും. നടിയും മോഡലുമായ യുവതി നൽകിയ പരാതിയിലാണ് ഒമർ ലുലുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തത്. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലായിരുന്നു യുവതി ആദ്യം പരാതി നൽകിയത്. പിന്നീടത് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം നടിയുടെ ആരോപണം വ്യക്തിവിരോധം മൂലമാണെന്നാണ് ഒമർ ലുലു പ്രതികരിച്ചത്. നടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. സൗഹൃദം ഉപേക്ഷിച്ചതിന്റെ വിരോധമാണ് പരാതിക്ക് പിന്നിലെന്നാണ് ഒമർ ലുലുവിന്റെ വാദം. കഴിഞ്ഞ 6 മാസമായി നടിയുമായി ഒരു ബന്ധവുമില്ല. പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി അവർ രംഗത്ത് വന്നതെന്നും ഒമർ ലുലു പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചിയൊന്നുമല്ല. ഗുണ്ടാ സംഘങ്ങളുടെയും ലഹരി മാഫിയുടെയും കയ്യിൽ മാത്രമല്ല, പലരും ഇപ്പോൾ തോക്കുമായിട്ടാണ് നടക്കുന്നത്. കൊച്ചിയിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിൽ 4 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ കൊച്ചിയിൽ സ്പാ നടത്തുന്നവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന ഷജീറിനെ 4 അംഗ സംഘം മർദ്ദിച്ചത്. നേരത്തെ ഉണ്ടായ തർക്കത്തിന് പിന്നാലെ 3 അംഗ സംഘം ലോഡ്ജിലെത്തുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും കവരുകയുമായിരുന്നു. സംഘം പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ റൂമിലുണ്ടായിരുന്ന അയൺ ബോക്സ് എടുത്ത് ഷജീറിന്റെ മുഖത്തടിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇയാളുടെ പക്കലുണ്ടായിരുന്ന 65,000 രൂപ വില വരുന്ന ഐഫോണും 5,500 രൂപയും സംഘം കവർന്നു. മൂക്കിന് പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 3 പേരെയും എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഷജീറും അക്രമി സംഘത്തിൽപ്പെട്ടവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു. ഭീഷണിപ്പെടുത്തിയത് കളിത്തോക്ക് ഉപയോഗിച്ചെന്നാണ് പ്രതികൾ പറഞ്ഞതെങ്കിലും പരിശോധനയിൽ കളിത്തോക്കല്ലെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ഇവർ ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് ഉപയോഗിച്ചത്. പ്രതികൾ എറണാകുളത്ത് സ്പാ നടത്തുന്നവരാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഗുണ്ട പോലീസ് ബന്ധം
കസ്റ്റഡി മർദ്ദനങ്ങൾ, കൈക്കൂലി കേസ്. നമ്മുടെ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ഓരുംവിട്ടിറങ്ങിയിരിക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ CIയും SIയും കൈക്കൂലി വാങ്ങിയെന്ന പരാതി പോലീസിനാകെ നാണക്കേടായിരിക്കുന്നു. പരാതിക്ക് പിന്നാലെ CI സുനിൽ ദാസിനും SI ബിന്ദുലാലിനുമെതിരെ പോലീസ് കേസെടുത്തു. ഇവരുടെ സഹായിയായ അസൈനാരെയും പ്രതി ചേർത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ SI, ഇടനിലക്കാരൻ എന്നിവരെ റിമാൻഡ് ചെയ്തു. CI ഒളിവിലാണ്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ സ്ഥലം ഉടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. കേസിൽ പ്രതികളാകുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയതിനാണ് വളാഞ്ചേരി SIക്കും CIക്കുമെതിരെ പോലീസ് കേസെടുത്തത്. തിരൂർ ഡിവൈഎസ്പിയാണ് വളാഞ്ചേരി CI സുനിൽ ദാസ്, SI ബിന്ദുലാൽ ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവർക്കെതിരെ കേസെടുത്തത്. പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂവുടമകളെ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന പണം തട്ടിയെന്നാണ് പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയത്. സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് വിവരം. SI 10 ലക്ഷവും CI 8 ലക്ഷവും മൂന്നാം പ്രതി 4 ലക്ഷവും കൈപ്പറ്റിയതായാണ് FIRൽ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടിക്ക് ഒരുങ്ങുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന്റെ ഊർജിത നീക്കം. സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെ പെൺകുട്ടിയുടെ കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലും പ്രതി സലീമിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജ്വല്ലറി ഉടമ പ്രതിയെ തിരിച്ചറിഞ്ഞു. കമ്മലും ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ രക്തം ശേഖരിച്ച് DNA പരിശോധനയ്ക്കും അയച്ചു. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണ്ണക്കമ്മൽ കവർന്ന് ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി കുടക് സ്വദേശി സലീമിനെ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിന് ശേഷം സലീം ഒളിവിൽ പോയത് കൂത്തുപറമ്പിലെ സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. തുടർന്ന് കുട്ടിയുടെ കാതിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണ്ണക്കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. തെളിവെടുപ്പിനെത്തിച്ച പ്രതി സലീമിനെ ജ്വല്ലറി ഉടമ തിരിച്ചറിഞ്ഞു. കുട്ടിയുടെ കമ്മലും ജ്വല്ലറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു. റിമാൻഡിലായിരുന്ന പ്രതി സലീമിനെ ബുധനാഴ്ചയാണ് കാസർഗോഡ് പോക്സോ കോടതി ജഡ്ജി A. മനോജ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇയാളുടെ മുടിയുടെയും രക്തത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് കണ്ണൂർ ഫോറൻസിക് ലാബിലേക്ക് DNA പരിശോധനയ്ക്കായി അയച്ചുകൊടുത്തു. പ്രതിയുടെ വിശദമായ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ കമ്മൽ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പ്രതി സലീം മൈസൂരുവിലേക്കും തുടർന്ന് ബംഗളൂരു, മുംബൈ, ആന്ധ്ര എന്നിവിടങ്ങളിലേക്കുമാണ് കടന്നത്. ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച കുറ്റത്തിന് സഹോദരിയെയും കേസിൽ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനും സൗന്ദര്യവർദ്ധനവിനും ലഹരി മരുന്ന് നൽകാറുണ്ട്. ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും പലരും മരുന്ന് ഉപയോഗിക്കുന്നത് പതിവാണ്. ലഹരി വിൽപ്പന സംഘങ്ങൾ തന്നെയാണ് മരുന്ന് എത്തിച്ചു നൽകുന്നത്. തൃശ്ശൂരിലെ പ്രോട്ടീൻ മാളിൽ പോലീസും ഡ്രഗ് കൺട്രോൾ വിഭാഗവും നടത്തിയ പരിശോധനയിൽ മരുന്ന് വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. സ്ഥാപനത്തിൻ്റെ ഉടമ നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ
കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിപ്പോൾ ജയിലിലാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനുമതിയില്ലാതെ മരുന്ന് വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയത്. കടയിൽ നടത്തിയ പരിശോധനയിൽ 210 ആംബുൾമെഫെൻഡ്രാമിൽ സൾഫേറ്റ് ഇഞ്ചക്ഷൻ പിടികൂടി. ഡോക്ടറുടെ കുറിപ്പടിയോടെ മെഡിക്കൽ ഷോപ്പുകളിൽ നൽകുന്ന മരുന്നാണിത്. ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിന വർദ്ധിപ്പിക്കാനായാണ് മരുന്നുകൾ നൽകുന്നതെന്ന് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ വ്യക്തമാക്കി. സ്ഥാപനയുടമയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 150 ആംബുൾ വിദേശ നിർമ്മിത ആനബോളിക് സ്റ്റിറോയിഡുകളും കണ്ടെത്തി. ഉടമ വിഷ്ണു ഇതിനു മുൻപും ലഹരി കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നിലവിൽ സ്ഥാപനത്തിലൂടെ പാഴ്സൽ വഴി കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ജയിലിലാണ്. കൂടുതൽ സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. തൃശൂർ. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ വിവാദത്തിനും സംഘർഷത്തിനും തീ കൊളുത്തിയ AKG സെന്റർ ആക്രമണമുണ്ടായിട്ട് 2 വർഷമാകുന്നു. കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഏറെ വൈകി. ഒടുവിൽ സംഭവം നടന്ന് 22 മാസത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. KPCC ഓഫീസിന് നേർക്കുണ്ടായ DYFI പ്രതിഷേധത്തിന്റെ വൈരാഗ്യത്തിലാണ് AKG സെന്ററിന് നേർക്ക് ബോംബെറിഞ്ഞതെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. രണ്ട് വർഷം മുൻപ് AKG സെന്ററിന് മുന്നിൽ നടന്ന സ്ഫോടനം, അത് തീപടർത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ. ഗേറ്റിൽ കൊണ്ട പടക്കം അപകടം വരുത്തിയില്ലെങ്കിലും ഭരണപ്രതിപക്ഷ പോരിനുള്ള മാലപ്പടക്കത്തിന് തിരികൊളുത്തലായി. ശബ്ദം എന്ന് പറയുന്നത് ഒരു അത്യന്തം ഭീകരമായ ഒരു ശബ്ദമായിരുന്നു. ഇത് ഞാൻ തൊട്ട് ഇവിടെയാണ്, ഈ മുറിയിൽ, ഇതിന്റെ മുറിയിലാണ്, 3ാമത്തെ നിലയിൽ. ആക്രമണം നടന്ന് 22 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി B. ജിതിനാണ് ബോംബെറിഞ്ഞതെന്നാണ് കുറ്റപത്രം. ജിതിന് സ്കൂട്ടർ എത്തിച്ചു നൽകിയതും ആക്രമണത്തിന് ശേഷം തിരികെ കൊണ്ടുപോയതും കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന T. നവ്യയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഈ 2 പേർക്കെതിരെയുമുള്ള 1ാം ഘട്ട കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് 2 ആഴ്ച മുൻപ് CPM DYFI പ്രവർത്തകർ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും കോമ്പൗണ്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്ന രീതിയിലാണ് ബോംബേർ ആസൂത്രണം ചെയ്തതെന്നാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന സുഹൈൽ ഷാജഹാനാണ് ആക്രമണത്തിന് ജിതിനോട് നിർദ്ദേശിച്ചതും ബോംബുൾപ്പെടെ എത്തിച്ചു നൽകിയതും. സുഹൈലിന്റെ ഡ്രൈവറായ സുധീഷിന്റേതാണ് ബോംബെറിയാനെത്തിയ സ്കൂട്ടർ. വിദേശത്തേക്ക് കടന്നതിനാൽ ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. അതിനാൽ ഇവർക്കെതിരെ വീണ്ടും പ്രത്യേക കുറ്റപത്രം നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്തും ഉന്നതരുടെ ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങളും CPM-ന് മുൻപ് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുകയാണ് പുതിയ സ്വർണ്ണക്കടത്ത് കേസ്. ഡൽഹി വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായത് ശശി തരൂരിന്റെ മുൻ PA അടക്കം 2 പേരാണ്. യാത്രക്കാരിൽ നിന്ന് സ്വർണം വാങ്ങാനെത്തിയപ്പോഴാണ് മുൻ PA ശിവകുമാർ പ്രസാദ് കസ്റ്റംസിന്റെ പിടിയിലായത്. ശിവകുമാറിനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബാങ്കോക്കിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഒരാളിൽ നിന്ന് സ്വർണം സ്വീകരിച്ച ഉടനെയാണ് ശശി തരൂരിന്റെ മുൻ PA ശിവകുമാർ പ്രസാദ് പിടിയിലായത്. 1/2 കിലോ തൂക്കമുള്ള സ്വർണ്ണ ചെയിനാണ് ശിവകുമാറിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്വർണവുമായി എത്തിയ വ്യക്തിയെയാണ് കസ്റ്റംസ് ആദ്യം പിടികൂടിയത്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് ശിവകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ശിവകുമാറിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. UP സ്വദേശിയാണ് സ്വർണം കൊണ്ടുവന്നത്. ഇയാളെ മാത്രം പ്രതിയാക്കിയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി. MP-മാരുടെ സ്റ്റാഫിന് നൽകുന്ന പ്രത്യേക പ്രവേശന പാസ് ഉപയോഗിച്ചാണ് കള്ളക്കടത്തിൽ ശിവകുമാർ പങ്കാളിയായെന്നാണ് വിവരം.
ശിവകുമാറിനൊപ്പം പിടികൂടിയ വ്യക്തിയുടെ വിശദാംശങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. ശിവകുമാർ തന്റെ മുൻ ജീവനക്കാരനെന്ന് സ്ഥിരീകരിച്ച തരൂർ കർശന നടപടി ആവശ്യപ്പെട്ടിരുന്നു. ये तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे ज़रा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य से उनको करने देते हैं। मैं ये न्यूज़ से बिल्कुल शॉक्ड हूँ, तो इसलिए मैंने कहा कि जो भी अथॉरिटीज़ को करना है उनको करने दीजिए, मुझे तो इसमें कोई बंधन नहीं है, ये होने दीजिए, वो जांच करें, जो भी एक्शन लेना है कर दें, मुझे तो कोई इसमें वो मेरे लिए नहीं गए एयरपोर्ट, मैं तो हूँ नहीं वहाँ, मैं यही हूँ, और अगर वो दूसरे काम के लिए जा रहे हैं तो वो उसकी बिजनेस है, उसको बताने दीजिए. സംഭവം CPM-ഉം BJP-യും ശശി തരൂരിനെതിരെ ആയുധമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആറ്റിങ്ങലിൽ ആരാധനാലയങ്ങളിലെ ഇൻവെർട്ടർ ബാറ്ററികൾ മോഷ്ടിച്ചിരുന്ന യുവാവ് പിടിയിലായി. നാവായിക്കുളം വൈരമല സ്വദേശി സിദ്ദിഖിനെയാണ് വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള പോത്ത് റഹീം എന്ന അബ്ദുൾ റഹീം കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. വധശ്രമ കേസിലാണ് അറസ്റ്റ്. തൃശൂരിൽ 13-കാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുഴുവഞ്ചേരി സ്വദേശി അജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ ഫ്ളാറ്റിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ 4 മലയാളി യുവാക്കൾ അറസ്റ്റിലായി. പ്രമോദ്, ദീപക്, അനന്തകൃഷ്ണൻ, ആദർശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. വിമാനത്താവളത്തിലെ ജീവനക്കാരും ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കള്ളക്കടത്തിന് ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം മുൻപേ ഉണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ 1 കിലോയോളം സ്വർണവുമായി പിടിയിലായത് എയർ ഹോസ്റ്റസ് ആണ്. കൊൽക്കത്ത സ്വദേശി സുരഭി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ആരാണ് ഇവർക്ക് സ്വർണം എത്തിച്ചു നൽകിയെന്ന കാര്യവും മറ്റു ജീവനക്കാരുടെ ഇടപെടലുകളും പരിശോധിക്കേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.